കൂട്ടുകാരും എല്ലാവരും ഓടി വന്നേ നമുക്ക് ആഴിമല ശിവക്ഷേത്രം വരെ ഒന്ന് പോകാം കേട്ടോ. ആഴിമല ഞങ്ങളെ നാട്ടുകാർക്ക് എല്ലാം അറിയാവുന്നതാണ്, അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയണത് കേട്ടോ. ഞങ്ങളുടെ തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം ആഴിമല ശിവക്ഷേത്രമാണ്. അതിപ്രശസ്തമായ ഒരു ശിവലിംഗവും അതേപോലെ തന്നെ കടലിനകത്താണ് കേട്ടോ ഈ ക്ഷേത്രം. അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. എനിക്കൊരു അത്ഭുത കാഴ്ച തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഞാൻ ഈ ക്ഷേത്രത്തിലൊന്നും പോയിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോണത്. അങ്ങനെ ഞാനിതേ ആഴിമല ശിവക്ഷേത്രത്തിൽ പോയി. പിന്നെ ഇപ്പോൾ നമുക്ക് ടിക്കറ്റ് കൊടുക്കണ്ടല്ലോ, ബസ്സിന് ടിക്കറ്റ് കൊടുക്കണ്ട. അതുകൊണ്ട് ലാവിഷായിട്ട് നമുക്ക് കറങ്ങി അങ്ങ് നടക്കാം. അങ്ങനെ ഞാൻ ആഴിമല ശിവക്ഷേത്രത്തിലേക്ക് അതാണ് ക്ഷേത്രം. ക്ഷേത്ര പരിസരമാണ് ഈ കാണുന്നത്. നിങ്ങളെല്ലാവരും കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മുൻപോട്ട് പോവുക. അത് കടലാണ്, കടലിനകത്താണ് ഈ സംഭവം എല്ലാം. എന്നിട്ട് നമ്മളെ അകത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല ഒരു അത്ഭുത കാഴ്ചയാണ് കേട്ടോ. അത് പണ്ടേ ഉണ്ട്, എല്ലാവരും ഇടുന്നത് കണ്ടിട്ടുണ്ട് വീഡിയോയിൽ. ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ക്ഷേത്രത്തിൽ പോകുന്നതും കാണുന്നതുമൊക്കെ. ഇങ്ങനെ കണ്ടു, എനിക്ക് തന്നെ അറിയാൻ പറ്റാതെ എൻ്റെ മനസ്സങ്ങ് ഇളകിപ്പോയി കേട്ടോ. ആ ഒരു പുറത്തുള്ള ശിവൻ്റെ ആ ഒരു കണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കുകയാണ്, ജടാധരനായി തന്നെ ഇരിക്കുന്ന ഒരു കാഴ്ച കേട്ടോ. കടലിനൊത്ത നടുകിലായിട്ടാണ് ആളിൻ്റെ ഇരിപ്പ്. അതിൻ്റെ അടിയിലൊരു ഗുഹയുണ്ട്. ആ ഗുഹയിലൊക്കെ നമ്മൾ കയറി പുറത്തുകൂടി പോന്ന് ഗുഹയിലൂടെ കയറി ശിവഭഗവാന്റെ ആ സൈഡിൽ കൂടെ നമുക്ക് ഇങ്ങനെ കയറി വരാം. അങ്ങനെ ഞാൻ അവിടെയൊക്കെ പോയി. ആദ്യം നമ്മൾ തൊഴാൻ കയറുന്നതാണ്. ക്ഷേത്രത്തിൻ്റെ നേരെ നടയിലാണ് കേട്ടോ ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. ക്ഷേത്രം ഫുൾ കടലിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ആഴിമല പോയി ഭഗവാനെയൊക്കെ കണ്ട് ബീച്ചിലൊക്കെ ചെറുതായിട്ടൊന്ന് കറങ്ങിയിട്ടൊക്കെ ഇങ്ങനെ പോകുന്നു കേട്ടോ. ബസ്സിലാണ് പോയത്. ബസ്സിന് വലിയ ടിക്കറ്റൊന്നുമില്ല, വലിയ ടിക്കറ്റൊന്നുമില്ല, ബസ്സിന് ടിക്കറ്റ് ഒന്നും എടുക്കേണ്ടി വന്നില്ല. നമുക്ക് വലിയ ചിലവൊന്നും ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ പോയി വന്നു എന്നുള്ളൊരു ചിലവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ക്ഷേത്രത്തിലൊക്കെ പോയി കണ്ട ശിവഭഗവാന്റെ ആ ഇരിപ്പ് കാണുമ്പോൾ തന്നെ കേട്ടോ ഹൃദയം പൊടിഞ്ഞു പോകും എന്ന് പറഞ്ഞ് ഉറങ്ങിപ്പോവുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് ശിവഭക്തയായ എനിക്ക് ശിവൻ തന്നെയാണ് എൻ്റെ ശക്തി ഇല്ലേ. നമുക്കാരുമൊക്കെയാണ്, അച്ഛനാണ്, ശിവൻ ശക്തിയാണ് എന്നൊക്കെ തോന്നൂലേ, ആ ഒരു പ്രതീതിയാണ് കേട്ടോ. നല്ല കടൽ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ എങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം കറങ്ങി അടിച്ചു. ആ ക്ഷേത്രം കണ്ടല്ല, ക്ഷേത്രവും കടലും എല്ലാം ഒന്നിച്ചാണ് കിടക്കുന്നത്. ഇങ്ങനെ വിഴിഞ്ഞത്തിനോട് ചേർന്ന് കിടക്കുന്നതാണ് കേട്ടോ വിഴിഞ്ഞം. അത് ഇവിടെ നിന്നടുത്ത് കാണുന്ന വിഴിഞ്ഞം തുറമുഖമാണ്. അങ്ങോട്ട് പോയില്ല, ഇവിടെ വന്ന് തൊഴുതിട്ട് നമ്മൾ തിരിച്ചു പോയി. ഇനി എന്തെങ്കിലും വരുമ്പം വിഴിഞ്ഞം തുറമുഖം ഒന്ന് കാണാൻ പോകണം. വിഴിഞ്ഞത്ത് പോയിട്ടുണ്ട്, എന്നാലും ഒന്ന് കണ്ട് ഞാൻ വീഡിയോ എടുത്തിടുന്നതായിരിക്കും. എന്നെ എല്ലാവർക്കും സുഖമല്ലേ, എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. ശിവഭഗവാനോട് എൻ്റെ എല്ലാ കൂട്ടുകാരെയും സംരക്ഷിച്ചോളാൻ ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഞാൻ ശിവഭഗവാനോടും ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലാണ്. അങ്ങനെ കണ്ടു. ആ അടിഭാഗത്തൂടെ വരണം, നമ്മൾ കടലിനകത്തൂടെയാണ് കേട്ടോ. അതായത് കടലിനകത്തൂടെയാണ് നമ്മളിങ്ങനെ കയറി മുകളിൽ വരും. ഇങ്ങനെ ആഴിമല അങ്ങനെ ഞങ്ങൾ അകത്തൂടെ കയറും. അയ്യോ എന്തൊരു തണുപ്പായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഗുഹയിൽ ആഴിമല ഗുഹയ്ക്കകത്തൂടെ ഈ അടിഭാഗത്തൂടെ കാണുന്ന ഗുഹയാണ്. അങ്ങനെ കഴിഞ്ഞു. നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങി ഗുഹയിലൊക്കെ പോയതിന് ഞങ്ങൾ പുറത്തിറങ്ങി താഴോട്ടിറങ്ങി വന്ന് ബീച്ച് കാണാം. ആ ബീച്ച് കാണാൻ വേണ്ടി അങ്ങ് താഴോട്ട് ഇറങ്ങി പോകുമ്പോഴേക്കും ഒരു ചേട്ടൻ ലോട്ടറിയും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. പാവൻ 2 കാലും വയ്യാത്ത ആളാണ്. കൊണ്ടു നിർത്തി ലോട്ടറി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓരോ ലോട്ടറി ശിവനോട് പറയുന്നുണ്ട്, ആ ലോട്ടറി ഒന്ന് അടച്ചു തരണേ ഭഗവാനെ എന്ന്. ഇങ്ങനെ പറഞ്ഞു, നിനക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇപ്പോൾ ഉള്ളതൊക്കെ മതി, മിണ്ടാതെ പോയിന്ന്. അതും സത്യമാണ്, എല്ലാവരും ഇതുപോലെ. അങ്ങനെ ഓരോ ലോട്ടറിയൊക്കെ എടുത്ത് ഞങ്ങൾ ആ ബീച്ചിലൊക്കെ കറങ്ങി തിരിച്ച് ഉടൻ തന്നെ വീട്ടിൽ കൊണ്ടുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ ഇവിടെ നിന്ന് കറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. കടലിൽ എല്ലാം ഒന്നിച്ച് നല്ല ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. കൊണ്ടിറങ്ങി പോണ വഴിക്കും അങ്ങോട്ട് ആട്ടോട്ട് പോണ വഴിക്കൊക്കെ അവിടെ ഈ മാങ്ങയും ചക്ക, പേരയ്ക്ക, കരിക്ക് ഇതെല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ
ഞാൻ ഇറങ്ങിപ്പോയതല്ലേ അവർക്ക് എന്തെങ്കിലും വാങ്ങണ്ടേന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോ മാങ്ങ വാങ്ങിച്ച് നമ്മളെല്ലാവരും കൂടി കഴിച്ചു. അടുത്തപ്പുറത്ത് അകത്തോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു ചേച്ചി കരിക്ക് കച്ചവടം നടത്തുന്നുണ്ട്. അവർ ഞങ്ങളോട് ഈ കരിക്ക് എന്തിനു വാങ്ങിയ മക്കളെ എന്ന് പറഞ്ഞു. വനിതയുടെയാണ് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ അവരെ കരിക്ക് വാങ്ങിച്ച് തിരിച്ചു പോണ വഴിക്ക് കുടിച്ചിട്ട് വന്നു. ഇത് ബീച്ചാണ്. അവിടെ പിന്നെ കുതിരയൊക്കെ ഉണ്ട് കേട്ടോ. കുതിരയുണ്ട്, പിന്നെ ട്രക്കിംഗ് ഉണ്ട്. ഞങ്ങളതിലൊന്നും കയറില്ല, നമുക്ക് കുതിരയിൽ കയറാനൊക്കെ പേടിയാണ്. ഏതോ ട്രക്കിങ്ങിനുള്ള ആളൊക്കെ ഉണ്ട്. ഇടതങ്ങളെ ഞങ്ങൾ വിളിച്ചു, ഞങ്ങൾ പോയില്ല. അങ്ങനെ കണ്ടു തിരിച്ചു പോന്നു. എല്ലാവർക്കും സുഖമാണെന്നും എല്ലാവർക്കും സന്തോഷമാണെന്നും വിചാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു. ഗുഡ് മോർണിംഗ്.